ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് കൈമാറണമെന്ന് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടു. ഹസീനയെ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ട് നയതന്ത്ര തലത്തിൽ കത്ത് നൽകിയെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൽ വ്യക്തമാക്കുന്നു. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്? രതീഷ, 16 കൊല്ലത്തെ ഭരണത്തിനെതിരെ ഉണ്ടായ വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ഇക്കൊല്ലം ഓഗസ്റ്റിൽ 5-ാം തീയതി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത് ഡൽഹിയിലെത്തിയത്. അന്ന് മുതൽ ഇവിടെ ഡൽഹിയിലാണ് അവർ താമസിക്കുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ധാക്ക ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ധാക്ക ഔദ്യോഗികമായി ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്കും മന്ത്രിമാർക്കും മുതിർന്ന ഉപദേഷ്ടാക്കൾക്കും ഷെയ്ഖ് ഹസീന സർക്കാരിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ വാറണ്ട് അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂട്ടക്കൊലയാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇടക്കാല സർക്കാരിലെ വിദേശ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈനാണ് ഇക്കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. ഔദ്യോഗികമായി ഒരു നോട്ട് വെർബൽ, അതായത് ഒരു നയതന്ത്ര സന്ദേശം ഇന്ത്യ സർക്കാരിന് ബംഗ്ലാദേശ് കൈമാറിയിട്ടുണ്ട്. ഇവിടുത്തെ നിയമ നടപടികൾ, അതായത് ബംഗ്ലാദേശിലെ നിയമ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഔദ്യോഗികമായി ബംഗ്ലാദേശ് ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ടോ? കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുന്നാൽ എങ്ങനെയായിരിക്കും സാധാരണ നമ്മുടെ രാജ്യത്തിന്റെ പ്രതികരണം? ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഇപ്പോൾ മാത്രമാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തു വന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ബംഗ്ലാദേശ് വിദേശ ഉപദേഷ്ടാവ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇതുവരെ വന്നിട്ടില്ല. ഈ കത്ത് ലഭിക്കുന്ന മുറയ്ക്ക് ഉന്നത തലത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ കൈമാറുന്നത്. ഇന്ത്യയുടെ വിദേശ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ആഴ്ച ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ബംഗ്ലാദേശ് സർക്കാർ രംഗത്ത് വരുന്നത്. ഇന്ത്യയും ഢാക്കയും തമ്മിൽ ഒരു എക്സ്ട്രഡിഷൻ ട്രീറ്റി അല്ലെങ്കിൽ കുറ്റവാളികളെ കൈമാറൽ ഒരു കരാർ തന്നെ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഇടക്കാല സർക്കാരിന്റെ തലവൻ കൂടിയായ മുഹമ്മദ് യൂനുസും ഢാക്കയിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകൾ ഢാക്ക വിരുദ്ധമാണ് എന്നുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. വിക്രം മിശ്രി ബംഗ്ലാദേശ് സന്ദർശിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുടരുന്ന ആക്രമണങ്ങൾ സംബന്ധിച്ച വിഷയം അല്ലെങ്കിൽ ആശങ്ക ഔദ്യോഗികമായി ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിക്കുകയും ഉണ്ടായിട്ടുണ്ട്.